അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നായയുമായി ബന്ധപ്പെട്ട രണ്ട് തെറ്റായ സമീപനങ്ങൾ കാണാം. ഒരു വിഭാഗം നായയെ വീട്ടിലെ ഒരു കുടുംബാംഗമായി കാണുന്നു. മറ്റൊരു വിഭാഗം നായയെ കണ്ടാൽ കല്ലെറിയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഇസ്ലാം ഈ രണ്ട് രീതികളെയും അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് മധ്യമാർഗമാണ്. ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നായയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതിനും വിശപ്പുണ്ട്, ദാഹമുണ്ട്, വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. ജീവനുള്ള എല്ലാ സൃഷ്ടിയോടും കരുണ കാണിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു അത്ഭുതകരമായ സംഭവമുണ്ട്. അത് ഇവിടെ പരാമർശിക്കുന്നത് ഉചിതമാകും എന്ന് കരുതുന്നു. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ ഒരു നായയെ കണ്ടു. ദാഹം കൊണ്ട് അതിൻ്റെ നാവ് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. അത് മണ്ണ് നക്കുകയാണ്. ആ മനുഷ്യൻ ഒരു കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളമെടുത്ത് നായയ്ക്ക് കുടിക്കാൻ കൊടുത്തു. ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ പ്രവൃത്തി സ്വീകരിക്കുകയും അവനോട് നന്ദിപൂർവ്വം അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇതും സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അദ്ദേഹം ഒരു മനുഷ്യനെ സഹായിച്ചതല്ല, ഒരു നായയെയാണ് വെള്ളം കുടിപ്പിച്ച് ദാഹം ശമിപ്പിച്ചത്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വാതിൽ അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അതേസമയം ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദഖലത്ത് ഇംറഅത്തുൻ അന്നാറ ഫീ ഹിറ. ഒരു പൂച്ചയുടെ കാരണത്താൽ ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. മൃഗങ്ങളെ കാരണം കൂടാതെ ഉപദ്രവിക്കരുത്. മാത്രമല്ല, ചരിത്രത്തിൽ സ്ഥാനം ലഭിച്ച, ഖുർആനിൽ വരെ പരാമർശിക്കപ്പെട്ട ഒരു നായയുണ്ട്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. അവരുടെ നായ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ തൻ്റെ രണ്ട് മുൻകാലുകൾ നീട്ടിക്കിടക്കുകയായിരുന്നു. സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ ആയത്തിൽ കാണാം. നായയോട് കരുണ കാണിക്കണം, പക്ഷേ വീട്ടിൽ പെറ്റായി വളർത്താമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, മനിഖതന കൽബൻ ഇല്ലാ കൽബ സ്വൈദിൻ ഔ മാശിയത്തിൻ ഔ സർഇൻ ഇൻതഖസ മിൻ അജ്രിഹി കുല്ല യൗമിൻ ഖീറാത്ത്. വേട്ടക്കോ കന്നുകാലികളെ സംരക്ഷിക്കാനോ കൃഷിയിടം കാക്കാനോ അല്ലാതെ നായയെ വളർത്തുന്നവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് എല്ലാ ദിവസവും ഒരു ഖീറാത്ത് കുറയുന്നതാണ്. ഈ ഖീറാത്ത് എന്നത് വളരെ വലിയ പ്രതിഫലത്തിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബ്. നായയുള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. മാത്രമല്ല, ശാഫിഈ മദ്ഹബിൽ നായയുടെ വിധി നജസുൽ ഐൻ, അതിൻ്റെ തടി നജസായിട്ടാണ് കണക്കാക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മദ്ഹബുന അന്നൽ കിലാബ കുല്ലഹ നജസ. നായകൾ മുഴുവനും നജസാണ് എന്നതാണ് നമ്മുടെ മദ്ഹബ്. അതിനാൽ നായയുടെ ശരീരം നനവോടെ സ്പർശിച്ചാലോ ഉമിനീര് വസ്ത്രത്തിലോ പാത്രത്തിലോ ആയാലോ അത് ശുദ്ധീകരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ബലഗൽ കൽബു ഫീ ഇനാഇ അഹദികും ഫല്യഗ്സിൽഹു സബ്അ ഇഹ്ദാഹുന്ന ബിത്തുറാബ്. നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ നക്കിയാൽ അത് 7 പ്രാവശ്യം കഴുകണം. അതിൽ 1 മണ്ണ് ഉപയോഗിച്ചായിരിക്കണം. ചുരുക്കത്തിൽ, പ്രത്യേക ആവശ്യമില്ലാതെ നായയെ വീട്ടിൽ വളർത്തുന്നത് ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല, ഈ വിഷയത്തിലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. നായയെ ഉപദ്രവിക്കരുത്, വിശന്നാൽ ഭക്ഷണം കൊടുക്കണം, ദാഹിച്ചാൽ വെള്ളം കൊടുക്കണം, ക്രൂരത കാണിക്കരുത്. എന്നാൽ നായയെ വീട്ടിലെ അംഗമാക്കി വളർത്തരുത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശം അവഗണിക്കരുത്. ഫാഷൻ്റെ പേരിൽ ദീനിനെ മാറ്റരുത്. പരിശുദ്ധ ഇസ്ലാം നായയെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. അതുപോലെ ആവശ്യമില്ലാതെ വീട്ടിൽ വളർത്താനും അനുവാദം നൽകുന്നില്ല. കരുണയും ശരീഅത്തിൻ്റെ പരിധികളും ഒരുമിച്ച് പാലിക്കുകയാണ് നമ്മുടെ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.